വെൽക്കം ബാക്ക് ടു സുധീസ് Cookhouse. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഓമയ്ക്ക ചെറുപയർ തോരനുമായിട്ടാണ്. ഒരു നാടൻ ഐറ്റമാണ്, നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ എന്ന് പറയും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചെറിയ കപ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ല പഴുക്കാത്ത ഒരു ഇളം പരുവത്തിലുള്ള കപ്പളങ്ങയാണ് നമുക്ക് ആവശ്യം. പഴുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മധുരം ഉണ്ടാകും, അപ്പം ആ തോരൻ അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാബേജൊക്കെ അരിയുന്ന പരുവത്തിലും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഈ ഓമയ്ക്കയുടെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് പോകുന്നത് ചെറുപയർ പുഴുങ്ങിയതാണ്. അപ്പം ഒരു അര കപ്പ് ചെറുപയർ ഞാൻ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് വെന്ത് പോകല്, കുഴഞ്ഞു പോകാത്ത പരുവത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ ആകെപ്പാടെ കുഴഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പം ഒരുമാതിരി വിട്ട് കിടക്കുന്ന പരുവത്തിൽ വേണം നമ്മൾ ചെറുപയർ വേവിച്ചെടുക്കാനായിട്ട്. അപ്പം ഇത് രണ്ടും കൂടിയാണ് നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് പോകുന്നത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 2 പിടി തേങ്ങ, അല്ലെങ്കിൽ നമ്മളൊരു അര കപ്പ് തേങ്ങ തിരുമ്മിയതാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കപ്പളങ്ങയുടെ അളവിനനുസരിച്ച് തേങ്ങ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സാധാ ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി എരിവിനാവശ്യമായിട്ട് നമുക്ക് ഒരു 3 ഉണ്ടമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കൂടുതൽ ആകാൻ പാടില്ല, ഒരു ചൊവ വരാനുള്ള ചാൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ നല്ലതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഒരു ചതച്ച് വെച്ചിരിക്കുന്ന പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങയിലേക്ക് നമ്മളുടെ അരപ്പിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. നല്ലതായിട്ട് അമർത്തി നമ്മൾ തിരുമ്മി തന്നെ എടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തോരൻ കുഴഞ്ഞു പോകാതെ കിട്ടും. ചില ആൾക്കാർ അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ ഓമയ്ക്ക വേവിച്ചതിന് ശേഷം അരപ്പിട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഓമയ്ക്കൊക്കെ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ ഓമയ്ക്കയുടെ ജ്യൂസൊക്കെ ഇറങ്ങി വരുന്ന രീതിയിൽ നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അടുത്തതായിട്ടൊരു ചൂട് കെട്ടിയുള്ള പാത്രം നമ്മൾ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ നാടൻ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ 2-3 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് തീയൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനി അതൊന്നായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പളങ്ങയും നമ്മളുടെ അരപ്പും കൂടെ ചേർത്ത് ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ എണ്ണയിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളുടെ തോരൻ നമ്മൾ ഇളക്കി ഒരു കൂമ്പാരം പോലെ ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക നടുക്കിലേക്ക്. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിവശം കരിഞ്ഞ് നമ്മുടെ തോരൻ ആകെപ്പാടെ അടുക്കി പിടിക്കും. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തൊന്ന് തളിച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഒരു കൈക്ക് എത്രമാത്രം വെള്ളം പറ്റുമോ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് അടപ്പ് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 5-6 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഒന്നും കൂടെ അടച്ചു വയ്ക്കുക. വീണ്ടും ഒരു 5-6 മിനിറ്റിന് ശേഷം നമ്മളുടെ തോരൻ വെന്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന വിഷം നിറഞ്ഞ പച്ചക്കറികൾക്ക് പകരമായിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന കപ്പളങ്ങയൊക്കെ നമ്മളുടെ ആഹാരത്തിൽ ദിവസേന ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. അപ്പം ഇത് ഇമ്മ്യൂണിറ്റി പവറും നമുക്ക് കൂടാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തോരനിപ്പം വെന്തിട്ടുണ്ട്. അപ്പം നമ്മളിനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ ചേർക്കണം എന്നില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇല്ലാണ്ട് തന്നെ ഇതുപോലെ തന്നെ തോരനായിട്ട് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ ചെറുപയർ ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലൊന്ന് നിരത്തിയിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്നും കൂടെ നമ്മളൊന്ന് അടച്ചു വയ്ക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ 2 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി വെന്ത പയറായതുകൊണ്ട് അധികം നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്.
നല്ല ചൂട് ചോറിനോടൊപ്പം കപ്പളങ്ങ ചെറുപയർ തോരനും നല്ല മീൻകറിയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഊണ് കുശാലായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.